Hello friends, welcome to our YouTube channel Winners of Media. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആഫ്റ്റർ എഫക്ട്സ് എന്ന സോഫ്റ്റ്വെയറിൽ കീയിങ് എഫക്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇതെന്ന് പറയുന്നത് VFX ഫിലിമിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഞാനിവിടെ ഒരു ഫുട്ടേജ് എടുത്തിട്ടുണ്ട്. ആ ഒരു ഫുട്ടേജിനെ ഞാൻ ഈ സ്ക്രീനിലേക്ക് കൊണ്ടിടുകയാണ്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള കോമ്പോസിഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. കോമ്പോസിഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പഴയ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. പഴയ ക്ലാസ്സുകൾ കാണാത്ത ആളുകൾ മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ സ്ക്രീനിൽ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇതിപ്പോൾ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് ആക്കി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം ഗ്രീനും ബ്ലൂവും ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ എഫക്ട്സിൽ ഇത് എങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ സ്ക്രീൻ കളഞ്ഞിട്ട് നമുക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയെ എങ്ങനെ കൊണ്ടുവെക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഷൂട്ട് ചെയ്തത്. ഇപ്പം ബാഹുബലി പോലെയൊക്കെയുള്ള ഫിലിമിലൊക്കെ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ്. ഗ്രീൻ സ്ക്രീനിൽ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് അതിൻ്റെ കൊട്ടാരങ്ങളും കാര്യങ്ങളും ഒക്കെ 3Dയിലൊക്കെ ചെയ്തിരിക്കുന്നതാണ്. അതിലേക്കാണ് ഈ ഒറിജിനലായിട്ട് ലൈവായിട്ടുള്ള ഷൂട്ട് ചെയ്തിരിക്കുന്ന വിഷ്വൽസിനെ കൊണ്ടുവെക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുകയാണ്. ഇപ്പോൾ ചാനലുകളിലൊക്കെ ന്യൂസ് റീഡേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ന്യൂസ് ചെയ്യുന്ന വീഡിയോ ഗ്രീൻ സ്ക്രീനിലായിരിക്കും ഷൂട്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരേണ്ട ഏതെങ്കിലും ഒരു ഇമേജിനെ നമ്മൾ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ വീഡിയോ ആകാം, ഇമേജ് ആകാം, അതിനെ ഞാനിവിടെ ജസ്റ്റ് കൊണ്ടുവെക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ഐ ബട്ടൺ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇതിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാം, ഇവിടുന്ന് ട്രാൻസ്ഫോം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്കെയിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ഗ്രീൻ സ്ക്രീനിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഗ്രീൻ സ്ക്രീൻ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്, ഏത് വീഡിയോയ്ക്കാണോ ഗ്രീൻ സ്ക്രീൻ കൊടുക്കേണ്ടത് ആ വീഡിയോയെ സെലക്ട് ചെയ്യാം. അതിനുശേഷം എഫക്ട്സിൽ പോവാം. അതിനകത്ത് കീയിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനകത്ത് കീ ലൈറ്റ്, ഇതാണ് നമ്മുടെ ഗ്രീൻ സ്ക്രീനൊക്കെ കളയാൻ, ഗ്രീൻ സ്ക്രീൻ ആണെങ്കിലും ബ്ലൂ സ്ക്രീൻ ആണെങ്കിലും കീ ലൈറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് കിട്ടും. അവിടെ സ്ക്രീൻ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്തുള്ള ഐ ഡ്രോപ്പ് ടൂള് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം എവിടെയാണോ നമുക്ക് ഗ്രീൻ സ്ക്രീൻ ഉള്ളത് ആ ഗ്രീൻ സ്ക്രീനിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഗ്രീൻ സ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് പോയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രീൻ സ്ക്രീൻ ഉണ്ടാവില്ല. ആള് സംസാരിക്കുന്നത് മാത്രമേ ഇവിടെ കാണാൻ സാധിക്കത്തുള്ളൂ. ഇതുപോലെ നമുക്ക് ആ ഒരു പ്ലേ ചെയ്ത് എടുക്കാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗ്രീൻ സ്ക്രീനൊക്കെ കളഞ്ഞ് എഫക്ട്സുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് പല എഫക്ട്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി ബ്ലർ ആണെങ്കിൽ ബ്ലർ ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു ബ്ലർ ഓപ്ഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ സൈഡിലൊക്കെ ആ ഒരു ബ്ലറൊക്കെ നമുക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ബ്ലർ എഫക്റ്റ്, ഇപ്പോൾ ഇവിടെ ഒരു ഓട്ടോ, ഫുൾ, ഹാഫ്, തേർഡ് ക്വാർട്ടർ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല റെസൊല്യൂഷനിലാണ് ഔട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഫുൾ റെസൊല്യൂഷൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫുൾ റെസൊല്യൂഷനിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഔട്ടിനെ ഒന്നും ബാധിക്കുന്നതല്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ക്വാർട്ടറാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിനെ പ്ലേ ചെയ്യാൻ പറ്റും. ഇതുപോലെ പ്ലേ ചെയ്ത് കാണാൻ പറ്റും. അതേസമയം ഫുള്ളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റെൻഡർ ചെയ്ത് വരുന്നതിന് കുറച്ച് താമസം ഉണ്ടാവും. ആ ഒരു സ്പീഡ്, അതായത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സ്പീഡിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളിവിടെ ഓട്ടോ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോ ഹാഫ് ഞാനിവിടെ കൊടുത്തു. ജസ്റ്റ് ആ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ ഔട്ട് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബ്ലർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ 0 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലർ പോവും. ആ ഒരു ടൈപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ന്യൂസ് എന്തൊക്കെ വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാനൊക്കെ സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രീൻ സ്ക്രീന് നമ്മൾ ഈ ആഫ്റ്റർ എഫക്ട്സിൽ കളഞ്ഞ് എടുക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വീഡിയോ ഏതാണോ ആ വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം എഫക്റ്റിനകത്ത് കീയിങ്ങിനകത്ത് കീ ലൈറ്റ്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട എഫക്റ്റ് എന്ന് പറയുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങളിപ്പോൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫിലിംസ്, സീരിയലുകൾ,
ന്യൂസ് ചാനലുകൾ, ഇതെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇത്. വളരെ സിമ്പിളായിട്ട് ഒരു ആഫ്റ്റർ എഫക്ട്സ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഗ്രീൻ സ്ക്രീനൊക്കെ എടുത്തിട്ട് വേറൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവെക്കാനൊക്കെ, അതായത് ഫോട്ടോയെ കട്ട് ചെയ്ത് കൊണ്ടുവെക്കുന്നത് പോലെ തന്നെ നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട്, വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ ഫുട്ടേജിലായിട്ടൊക്കെ നമുക്ക് മാറ്റാനൊക്കെ സാധിക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. ഓക്കെ, ഏതായാലും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ.